ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. പൊട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇതേപോലെ വെളുത്തുള്ളിയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ചപ്പയായിട്ട് പോവാറുണ്ട് അല്ലേ. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് വെളുത്തുള്ളി കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കുഞ്ഞു സൂത്രം ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നാൾ നമുക്കത് ചപ്പയായിട്ട് പോവാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ അല്ലിയും ഒന്ന് അടർന്ന് കിട്ടും. ഇങ്ങനെ ഓരോന്നും ഇതേ രീതിയിൽ ഞാനൊന്ന് അടർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കൈയിൻ്റെ ഉൾവശം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മറു കൈ വെച്ചിട്ട് ആ കയ്യിലൊന്ന് അമർത്തിയതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കത് അടർന്ന് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഒരുപാട് നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഈ ഒരു സൂത്രം ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നാൾ നമ്മൾ കൊണ്ടുവന്ന വെളുത്തുള്ളി ചപ്പയാവാതെ ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്ത് വരാം. അപ്പോൾ ഞാനിത് അത്യാവശ്യം എല്ലാ വെളുത്തുള്ളിയും ഇതേപോലെ ഒന്ന് അടർത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് കേട് വന്നിട്ടുള്ള അല്ലികളെല്ലാം ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കണം കേട്ടോ. കേട് വന്നിട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ വീണ്ടും അടുത്തതിലേക്ക് ആ ഒരു കേട് സ്പ്രെഡാവും. അപ്പോൾ അതാ ഒരു വെളുത്തുള്ളി കൂടി എനിക്ക് അടർത്തി എടുക്കാനുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് തോലും അതുപോലെ തന്നെ കേട് വന്നിട്ടുള്ള അല്ലികളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. നന്നായിട്ടുള്ള അല്ലികൾ മാത്രം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. എല്ലാ വെളുത്തുള്ളിയും ഇതേപോലെ ഓരോ അല്ലികളായിട്ട് അടർത്തി മാറ്റിയതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലപോലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ തിരുമ്മി എടുക്കുന്ന സമയത്ത് കുറച്ച് തൊലികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വേർപെട്ട് കിട്ടും. അപ്പോൾ ഞാൻ മുകളിലുള്ള തൊലികളെല്ലാം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലെ കേട് വന്നിട്ടുള്ള അല്ലികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നാൾ നമുക്ക് കേടില്ലാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരുവിധം തൊലിയൊക്കെ ഞാൻ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് നല്ല അല്ലികൾ മാത്രം ഒന്ന് പെറുക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള വെളുത്തുള്ളി അല്ലികളിൽ നിന്ന് ഇത്രയും ഭാഗം എനിക്ക് കേട് വന്നിട്ടുള്ളത് ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എടുത്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നോക്കാതെയാണ് നമ്മൾ വെളുത്തുള്ളി കീപ്പ് ചെയ്യുന്നത് വെച്ചാൽ ബാക്കിയുള്ള വെളുത്തുള്ളി കൂടി കേട് വന്ന് പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആണ് എനിക്ക് നല്ലതായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നാളെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഞാനിവിടെ കുറച്ച് പാക്കറ്റുകളാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാലൻസ് ഉള്ള പാക്കറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം കുറച്ചെങ്കിലും ബാലൻസ് ഉള്ളത് ഇതേപോലെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രാണികളൊക്കെ കയറിയിട്ട് കേടുവന്ന് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. അതല്ലെങ്കിൽ തണുത്ത് പോയിട്ട് കട്ടയൊക്കെ കുത്തിപ്പോവും. അതൊന്നും ഇല്ലാണ്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ഐഡിയ ആണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ സ്റ്റവ് ഒന്ന് ഓണാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലല്ല ഇട്ടിട്ടുള്ളത്, ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു സ്പൂണാണ്. ഇപ്പോൾ ഞാനിതാ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സ്പൂണ് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ സ്പൂണ് പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ്. അതെല്ലാം കെയർ ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സ്പൂണ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പൊട്ടിച്ചിട്ടുള്ള ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് താഴോട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എനിക്ക് നല്ലപോലെ തന്നെ സ്റ്റിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കുടഞ്ഞ് നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുത്തനെ പിടിക്കുന്ന സമയത്തോ ഒട്ടും അത് താഴേക്ക് പോകുന്നില്ല കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി ട്രിക്ക് തന്നെയാണ്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് തണുത്ത് പോവുകയോ അതല്ലെങ്കിൽ പ്രാണികൾ കയറുകയൊന്നുമില്ല. ഇനി രണ്ടാമതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു പാക്കറ്റ് കൂടി എടുത്തിട്ടുണ്ട്. അതും സ്പൂണ് ചൂടാക്കിയതിന് ശേഷം മേലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം 1-2 തവണ ഇതേപോലെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ടത് ഒട്ടി കിട്ടും കേട്ടോ. ഇതുപോലെ പൊട്ടിച്ച് ബാലൻസൊക്കെ ഉള്ള കവറോട് കൂടി നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ അത് കട്ട കുത്തിയിട്ടും അതല്ലെങ്കിൽ പ്രാണികളൊക്കെ വന്നിട്ട് കേട് വന്ന് പോവാറാണ് പതിവ്. എന്നാൽ ഈ ഒരു സ്പൂൺ വെച്ചിട്ടുള്ള ഒരു സൂത്രം ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നാൾ ആ ഒരു പൊടി കട്ട കുത്താതെയും കേട് കൂടാതെയും സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി പൊട്ടിച്ച പാക്കറ്റുകൾ ബാലൻസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയിട്ടുള്ള കമൻറ്റ് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഇൻസുലേഷൻ ടാപ്പാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒന്ന് കണ്ടെത്തിയിട്ടുണ്ട്.
ഇത് പ്രത്യേകിച്ച് ഒന്നും മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് കുറച്ചൊന്ന് കയറി പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. എന്നാൽ ഒരേ ലെവലിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചാൽ പെട്ടെന്നൊന്നും നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാനിതാ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കോയിനാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ കയ്യിൽ 50 പൈസയുടെയോ 1 രൂപയുടെയോ ഒക്കെ കോയിനുകൾ ഉണ്ടാവും. ചെറിയ കോയിനൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളൊന്ന് ആ ഒരു ഇൻസുലേഷൻ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് കണ്ടെത്താനായിട്ട് പറ്റും. ഇനി ഇതുപോലെ കോയിൻ തന്നെ വേണമെന്നില്ല, നമ്മളൊരു പേപ്പർ പീസ് വെച്ച് കൊടുത്താലും പെട്ടെന്ന് നമുക്കത് കണ്ടെത്താനായിട്ട് പറ്റും. ഇനി കോയിൻ വെച്ചിട്ടുള്ള രണ്ടാമത്തെ ഐഡിയ നോക്കാം. ചിലപ്പോഴൊക്കെ നമ്മൾ ഇൻസുലേഷൻ കട്ട് ചെയ്യാനായിട്ട് ബ്ലേഡോ അതല്ലെങ്കിൽ കത്രികയോ ഒന്നും കാണാതിരിക്കുന്ന സമയത്ത് നമുക്ക് 2 കോയിൻ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇൻസുലേഷൻ കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ് അറിയാനായിട്ട് ഒരു കോയിൻ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതിന് മുകളിലായിട്ട് ഒരു കോയിനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം താഴോട്ടൊന്ന് വലിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് പോന്ന് കിട്ടും കേട്ടോ. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ ആവശ്യമുള്ള സമയത്ത് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോകാം. തണുപ്പ് കാലമായാൽ പ്രത്യേകിച്ചും പ്രായമായവരിൽ ജോയിൻറ്റ് പെയിൻ ഒക്കെ വരാറുണ്ട്. ആ ഒരു സമയത്തെല്ലാം നമ്മൾ പെയിൻ കില്ലറൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. അത് നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കുമെന്നറിയാമെങ്കിലും സഡൻലി നമുക്കൊരു റിലീഫ് കിട്ടാനായിട്ട് പെയിൻ കില്ലർ യൂസ് ചെയ്യുന്നവരാണ് അധികവും. എന്നാൽ ഒട്ടും സൈഡ് എഫക്റ്റ് ഇല്ലാതെ തികച്ചും നാച്ചുറലായിട്ട് നമ്മുടെ പെയിനെ ഒരു പരിധി വരെ മാറ്റി നിർത്താൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. അങ്ങനെയുള്ളൊരു റെമഡിയാണ് കേട്ടോ ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ ആദ്യം വെളുത്തുള്ളിയൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം ഈ ഒരു തൊലി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണയായിട്ട് നമ്മൾ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ വലിച്ചെറിയാറാണ് പതിവ്. എന്നാൽ ഇനി ആരും വെളുത്തുള്ളിയുടെ തൊലി കളയരുത്. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഹെൽത്തി ആയിട്ടുള്ള റെമഡി ഉണ്ട്. ആദ്യം നമുക്കിതൊന്ന് കിഴിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ കോട്ടൺ തുണിയുടെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളിയുടെ തൊലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം വെളുത്തുള്ളിയുടെ തൊലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഇത്ര മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ 4 സൈഡൊന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ഒരു കുഞ്ഞു കിഴിയാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിത് അതൊന്ന് കിഴിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ളത് ഭാഗം ഒന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പാനൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റവ് ഒന്ന് ഓൺ ചെയ്തിട്ട് സ്റ്റവിൽ ഒരു പാന് വെച്ച് കൊടുക്കുന്നുണ്ട്. പാന് നല്ലപോലെ ചൂടായതിന് ശേഷം സ്റ്റവ് ഒന്ന് ഓഫാക്കി ഇടാം. അതല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്താലും മതി കേട്ടോ. പാന് അത്യാവശ്യം ചൂടായപ്പോൾ ഞാൻ ആ ഒരു കിഴി ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റുന്ന ഒരു ചൂടായിരിക്കണം കേട്ടോ, ഓവർ ചൂടായിരിക്കരുത്. അപ്പോൾ എനിക്ക് കിഴി അത്യാവശ്യം ചൂടായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം വേദനയുള്ള ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു കിഴി ചൂടാറുമ്പോൾ വീണ്ടും പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. മെഡിസിനൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്കും കുഞ്ഞു മക്കളിലൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഹോം റെമഡിയാണിത്. ഈ ഒരു രീതിയിൽ നമ്മൾ ചൂട് കുത്തിയെടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ പെയിൻ കില്ലറിൻ്റെ ഉപയോഗം നമുക്ക് കുറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.